പറയപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്നവനെയും സ്വീകരിക്കുന്നവനെയും ഒരുപോലെ സന്തോഷപ്പെടുത്തുന്നതാണ്. അല്ലേ? ആണോ? കൊടുക്കുന്നവനെയും അത് എടുക്കുന്നവനെയും സന്തോഷിപ്പിക്കുന്നതാണ്. ദാനം അങ്ങനെയുള്ളതായിരിക്കണം. ദാനം കൊടുക്കുന്നവനെയും സന്തോഷപ്പെടുത്തുന്നതായിരിക്കണം. അതുപോലെ അതാരാണോ സ്വീകരിക്കുന്നത് അവർക്കും ഒരു നിറവ്, സന്തോഷം, തൃപ്തി അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് രണ്ടും, ഒന്ന് അന്നദാനം, പിന്നെ ജ്ഞാനദാനം. ജ്ഞാനം അതുപോലെയാണ്. നമ്മൾ എത്ര കൊടുക്കുന്നോ അത്രയും നമ്മളിലാണ് വർദ്ധിക്കുന്നത് ജ്ഞാനം. അതേപോലെ അന്നദാനവും കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു നേരത്തെ ആ വിശപ്പ് ശമിക്കും. പറയും, ഒരു തമിഴ് പാട്ടിൽ തന്നെ വരും, വിശപ്പ് ഉള്ളവന് ഉണവ് ദൈവമാണ്. അതേപോലെ ദുഃഖം അനുഭവിക്കുന്നവന് ആധ്യാത്മിക ജ്ഞാനം അവനെ ഉണർവും ഉജ്ജ്വലതയമായ കർമ്മത്തിലേക്ക് അവനെ നയിക്കും. അതാണ് നമ്മുടെ ഭഗവാൻ ഗീതയുടെ കൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ വേദത്തിൽ തന്നെ പല പല പ്രമാണങ്ങളിൽ കൂടെ അന്നത്തിനെ പറ്റിയിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. തൈത്തരീയത്തിൽ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട്, അന്നം ബ്രഹ്മ, അന്നം തന്നെയാണ് ഈശ്വരൻ. നോക്കൂ, അന്നം നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ജീവസ്വരൂപത്തിനെ പോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അന്നം നമ്മുടെ ഊർജ്ജസ്വലതയെ, നമ്മുടെ കർമ്മത്തിനെ, നമ്മുടെ ആ വിശ്വോന്മുഖമായിട്ടുള്ള ബുദ്ധിയെ എല്ലാത്തിനെയും പോഷിപ്പിക്കുന്ന ഒരു മഹാ ഊർജമാണ് അന്നം എന്ന് പറയുന്നത്.